ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം ആഗോള കത്തോലിക്ക സഭയിൽ നടക്കാനിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ്. ലോകമെമ്പാടുമുള്ള 138 കർദിനാൾമാരാണ് പുതിയ പാപ്പായെ തെരഞ്ഞെടുക്കാനുള്ള വരാൻ പോകുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് വോട്ടിംഗ് മെക്കാനിസം വഴിയാണ്. വരാനിരിക്കുന്ന മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കോൺക്ലേവിൽ വോട്ടിംഗ് അവകാശമുള്ളവരായി 4 കർദിനാൾമാർ ഇന്ത്യയിൽ നിന്നുമുണ്ട്. അതിൽ 2 പേർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരുമാണ്. ഇവരാരൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. 80 വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്ക് മാത്രമേ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനായി സാധിക്കൂ. 2023 ഡാറ്റ അനുസരിച്ച് ഇപ്പോഴത്തെ നിലയിൽ 138 പേർക്കാണ് ഈ അവകാശമുള്ളത്. അതായത് ആഗോള കത്തോലിക്ക സഭയുടെ ആകെയുള്ള കർദിനാൾമാരിൽ 138 പേർക്കാണ് 80 വയസ്സിൽ താഴെയുള്ളവർ. ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ 138 പേരിൽ 109 പേരെ പോപ്പ് ഫ്രാൻസിസും 22 പേരെ മുൻ മാർപ്പാപ്പ ബെനഡിക്റ്റും നിയമിച്ചതാണ്. 39% വോട്ടിംഗ് പെർസെൻറ്റേജോടുകൂടി ഏറ്റവും കൂടുതൽ കർദിനാൾമാരുള്ളത് യൂറോപ്പിൽ നിന്നാണ്. ഏഷ്യ ഓഷ്യാന മേഖലയിൽ നിന്നായി 20% വോട്ടുകളാണ് ലഭിക്കുക. കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ ആകെ 6 കർദിനാൾമാരുണ്ടെങ്കിൽ പോലും 4 പേർക്ക് മാത്രമേ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിക്കൂ. അതിൻ്റെ കാരണവും 80 വയസ്സ് എന്ന മാനദണ്ഡം തന്നെയാണ്. 80 വയസ്സായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കും വോട്ട് ചെയ്യാൻ സാധിക്കില്ല. വോട്ട് ചെയ്യാൻ അവകാശമുള്ള 4 പേർ സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ബാവ, കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്, കർദിനാൾ ഫിലിപ്പ് നെറി ഫെറാറോ, കർദിനാൾ ആന്റണി പൂല എന്നിവരാണ്. 1960 കേരളത്തിൽ ജനിച്ച മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ബാവ 2012 കർദിനാൾ പദവിയിൽ എത്തുന്നത്. 2013 നടന്ന പോപ്പ് ഫ്രാൻസിസിനെ തിരഞ്ഞെടുക്കാനായി ഉണ്ടായിരുന്ന കോൺക്ലേവിൽ സഹായിച്ച 117 കർദിനാൾമാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. കർദിനാൾ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാണ് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. 2024 മാത്രമാണ് ഇദ്ദേഹം ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. വത്തിക്കാൻ്റെ ഫോറിൻ ട്രാവൽ കോർഡിനേറ്ററായാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവയും കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടുമാണ് കേരളത്തിൽ നിന്നുള്ള മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള വോട്ടവകാശം ഉള്ള ഇന്ത്യയിലെ 2 കർദിനാൾമാർ. കർദിനാൾ ഫിലിപ്പ് നെരി ഫെറാറോ ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. വിവിധ മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് കർദിനാളാണ് കർദിനാൾ ആന്റണി പൂല. 7ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്ന അദ്ദേഹത്തിന് പിന്നീട് പഠനത്തിന് മിഷണറിമാരാണ് സഹായിച്ചത് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിലെ മാർപ്പാപ്പ കാലം ചെയ്ത് 3 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 15 മുതൽ 20 ദിവസത്തിനുള്ളിലാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാരെ സിസ്റ്റൈൻ ചാപ്പൽ, വത്തിക്കാൻ സിറ്റിയിലുള്ള സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തിക്കും. പിന്നീട് പുറം ലോകവുമായി അവർക്കുള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കിയതിന് ശേഷമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് 2/3 ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കും. ഓരോ വോട്ടെടുപ്പിനു ശേഷവും ആ വോട്ടെടുപ്പിനായി ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ കത്തിക്കും. അങ്ങനെ ബാലറ്റ് കത്തിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന പുക കറുത്തതാണെങ്കിൽ പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നും, വെളുത്ത പുക പുറത്തേക്ക് വരികയാണെങ്കിൽ പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതും സൂചിപ്പിക്കുന്നു.